പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവം തള്ളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഷോർട്ട് മെസ്സേജ്, ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും ആയിത്തീരട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അതിമുഖത്തായ പ്രവൃത്തിയും പ്രത്യാശയും അവൻ വെളിപ്പെടി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത, പ്രാർത്ഥിക്കുന്നത് നൽകിത്തരികയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്നത് നൽകിത്തരികയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വചനം വ്യക്തമായി അതിനാധാരമായിട്ട് മർക്കോസ് സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൽ 24-ാം വാക്യം മുതൽ വ്യക്തമായിട്ട് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പേൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരണമെങ്കിൽ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. ദൈവാത്മാവിൻ്റെ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, പ്രാർത്ഥിക്കുന്ന വിഷയം എന്തും ആയിക്കോട്ടെ, അത് ദൈവാത്മാവ് നൽകിത്തരണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം. അതിന് വ്യക്തമായ മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 12-ാം വാക്യത്തിൽ പഠിക്കുമ്പോൾ കർത്താവ് ഒരു അത്തിമരത്തെ ശപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 12-14 വാക്യങ്ങളിൽ യേശു വിശന്നപ്പോൾ ഇലകൾ നിറഞ്ഞ ഒരു അത്തിമരത്തിൽ ചെന്നു, എന്നാൽ അതിൽ ഫലം കണ്ടില്ല. അപ്പോൾ യേശു, ഇതിന്മേൽ ആരും നിന്നിൽ നിന്ന് ഫലം തിന്നാതിരിക്കട്ടെ എന്ന് അവിടെ പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിമേൽ ആരും നിന്നിൽ നിന്ന് ഫലം പറിക്കുവാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു മടങ്ങിപ്പോയി. അതിൻ്റെ 15-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു യെരുശലേം ദേവാലയത്തിൽ ചെന്ന് കച്ചവടക്കാരെ പുറത്താക്കി ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരനുഭവത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശന്നപ്പോൾ അത്തിയെ നോക്കി അതിനകത്ത് ഫലം വല്ലതും ഉണ്ടോ എന്ന് നോക്കിയെങ്കിലും അതിൽ ഫലമൊന്നും കാണാതെ യേശു അത്തിയെ നോക്കി പറഞ്ഞു, ഇനി ഇതിൽ നിന്ന് അല്ലെങ്കിൽ നിന്നിൽ നിന്നൊരു ഫലം ആരും ഭക്ഷിക്കുവാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ശുദ്ധീകരണം നടത്തി അവിടെ ആലയം വിശുദ്ധിയാക്കിയിട്ട് മടങ്ങി വന്ന് 20-21 വാക്യത്തിൽ പറയുന്നു, പിറ്റന്നാൾ രാവിലെ അവൻ കടന്നു പോകുമ്പോൾ അത്തിമരം വേരോടെ ഉണങ്ങിയിരിക്കുന്നത് കണ്ട് പത്രോസ് യേശുവിനെ അറിയിച്ചു. പത്രോസ് അത്തിമരം ഉണങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് യേശുവിനോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത് അതിൻ്റെ 20-ാം വാക്യം മുതൽ വായിക്കുന്നു. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിയത് കണ്ടാവും. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബേ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവരോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അപ്പൊ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തോടെ ദൈവസേനയിൽ പറയുന്ന വിഷയത്തിന് ദൈവാത്മാവ് മറുപടി നൽകി തരുവാനിടയായിത്തീരും. നമ്മുടെ വിഷയം എന്തുമായിക്കോട്ടെ, സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, അനുഭവങ്ങൾ എന്തുമായിക്കോട്ടെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു എങ്കിൽ കാട്ടത്തി ഒരു ഉദാഹരണമായി നിൽക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് നടുവിൽ ദൈവാത്മാവ് പറയുന്നു, വിശ്വാസമുണ്ട് എങ്കിൽ ദൈവാത്മാവ് നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. വിശ്വാസമില്ലാതെ നാം എത്ര പ്രാർത്ഥിച്ചാലും അവിടെ ഒരു വിടുതൽ നമുക്ക് ലഭിക്കാൻ കഴിയത്തില്ല. ആരെല്ലാം പ്രാർത്ഥിച്ചാലും, എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചാലും, ആരെ കൊണ്ടെല്ലാം പ്രാർത്ഥിപ്പിച്ചാലും നമുക്കൊരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ, പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിൽ, ആവശ്യക്കാരുടെ ഉള്ളിൽ
ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവ് വിഷയത്തിനൊരു പരിഹാരം നൽകി തരുവാനിടയായി തീരുകയുള്ളൂ. മാത്രമല്ല, നമ്മോട് ക്ഷമിക്കുകയും ചെയ്യുന്ന കർത്താവ്, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അപ്പൊ ദൈവാത്മാവിൽ നമുക്കൊരു ഉത്തരം ലഭിക്കണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പക, വിദ്വേഷം, പിണക്കം, ജാരശങ്ക ഉണ്ടെങ്കിൽ നാം അവരോട് ക്ഷമിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ മാത്രമേ ദൈവാത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുവാനിടയായി തീരുകയുള്ളൂ. നമ്മുടെ വിഷയം ഏതുമായിക്കോട്ടെ, അതെങ്ങനെയുള്ള വിഷയവുമായിക്കോട്ടെ, നീ പ്രാർത്ഥിക്കുന്ന വിഷയം വിശ്വാസത്തോടുകൂടി അത് സംഭവിക്കും എന്നുള്ള പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവാത്മാവ് മറുപടി നൽകി തരുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി, ആമേ, എൻ്റെ വിഷയത്തിന്മേൽ ദൈവാത്മാവ് അവിടുന്ന് പ്രവർത്തിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം അവിടുന്ന് ഇടപെടും എന്നുള്ള വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കും. നിശ്ചയമായും അതിനൊരു മറുപടി നൽകിത്തരും. ആമേൻ. മറുപടി നൽകിത്തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.